കേരളത്തിൽ വൻതോതിൽ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സംസ്ഥാന സർക്കാർ സഹായം ലഭിച്ചത് നാമമാത്രമായവയ്ക്ക് മാത്രമാണ്. 8 വർഷം കൊണ്ട് 6200 സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ സർക്കാർ വായ്പ നൽകിയത് 114 എണ്ണത്തിന് മാത്രമാണെന്ന് KSIDCയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നു. വ്യവസായ മേഖലയിൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടായതായി സംസ്ഥാനത്തെ പ്രകീർത്തിച്ച് ശശി തരൂർ ലേഖനമെഴുതിയിരുന്നു. അതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയതോടെയാണ് മുഖ്യമന്ത്രി കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിൽ ആരംഭിച്ച 6200 സ്റ്റാർട്ടപ്പുകൾ വഴി 5800 കോടി രൂപയുടെ നിക്ഷേപവും 60,000 തൊഴിലവസരങ്ങളും ഉണ്ടായതായാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. എന്നാൽ 2016 മെയ് മുതൽ 2024 ഡിസംബർ വരെ 6200 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയെങ്കിലും അതിൽ 114 എണ്ണത്തിനു മാത്രമാണ് വായ്പ നൽകിയത്. 8 വർഷം കൊണ്ട് 114 സ്റ്റാർട്ടപ്പുകൾ ആകെ നൽകിയത് 22.58 കോടി രൂപ മാത്രം. എന്നാൽ 30 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് വായ്പ തിരിച്ചടച്ചത്. കേരളം നിക്ഷേപ സൗഹൃദമായി എന്ന് അവകാശപ്പെടുമ്പോഴും ഈ കണക്കുകൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയോ ശശി തരൂരോ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പുകൾ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് എത്ര സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ ധനസഹായം നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തെന്ന് വ്യക്തമാക്കണം. ശശി തരൂർ എഴുതിയ ലേഖനത്തിലും ഈ സുപ്രധാനമായ വിവരങ്ങളില്ല. 2016 മെയ് മുതൽ 2024 ഡിസംബർ വരെ 114 സ്റ്റാർട്ടപ്പുകൾക്ക് 22 കോടി 58 ലക്ഷം രൂപയാണ് സർക്കാർ ധനസഹായമായി നൽകിയെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. 66 സ്റ്റാർട്ടപ്പുകൾ തുക തിരിച്ചടയ്ക്കാൻ തുടങ്ങിയതായും വിവരാവകാശ രേഖയിലുണ്ട്. എന്നാൽ 18 എണ്ണത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചടവ് ആരംഭിച്ചിട്ടില്ല. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുകളുള്ളത്. ജനം, കോഴിക്കോട്.